Hi all, welcome to I+. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് തിയറീസ് ഓഫ് ലേണിംഗിൽ നമ്മൾ ഓൾറെഡി എന്താണ് തോൺട്രൈക്ക് ആരാണെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം ഇതിൻ്റെ പരീക്ഷണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് ആ ഒരു ലോസ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലോസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലോ ഓഫ് റെഡിനെസ്. പ്രധാനമായിട്ട് നമുക്ക് 3 ലോസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ലോ ആണ് ലോ ഓഫ് റെഡിനെസ്. ലേണിംഗ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് വെൻ എ പേഴ്സൺ ഈസ് ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർഡ് ടു ലേൺ. ലേണിംഗ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നടക്കുന്ന എപ്പോഴാണ്? ഒരു പേഴ്സൺ ഫിസിക്കലി ആൻഡ് മെൻ്റലി ലേൺ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ലേണിംഗ് നല്ല രീതിയിൽ നടക്കുന്നത്, ഇഫക്റ്റീവായിട്ട് നടക്കുന്നത്. ഫിസിക്കലി ലേണർ മസ്റ്റ് ബി ഇൻ ഗുഡ് ഹെൽത്ത്, ഫ്രീ ഫ്രം ഇൽനെസ് ഓർ ഫെറ്റിഗ്. അപ്പോൾ ഫിസിക്കലി എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തിലായിരിക്കണം, ഇൽനെസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ക്ഷീണം തളർച്ചയൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സിമിലർലി മെൻ്റലി the learner should not be under psychological stress or discomfort. മെൻ്റലി എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ സ്ട്രെസ് ഓർ ഡിസ്കംഫർട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം. ആൻഡ് ഷുഡ് ഹാവ് എ റെഡിനെസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ. ആ സബ്ജക്ട് മാറ്റർ പഠിക്കാൻ ഒരു റെഡിനെസ്സും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കണം. കണ്ടീഷൻസ് നോക്കാം. ഇഫ് അൻ ഇൻഡിവിജ്വൽ ഈസ് റെഡി ടു ആക്ട് ആൻഡ് കംപ്ലീറ്റ് ദ ആക്ഷൻ ഇറ്റ് ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നോക്കിക്കേ, ഒരു കാര്യം ചെയ്യാൻ റെഡിയാണ്, പിന്നെന്താണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഇറ്റ് ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഇഫ് ദ ഇൻഡിവിജ്വൽ ഈസ് റെഡി ബട്ട് ഡസ് നോട്ട് ആക്ട് ഇറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. റെഡി ആണ് പക്ഷേ എന്താണ്, ആക്ട് ചെയ്യാൻ വയ്യ, മനസ്സുണ്ട് പക്ഷേ ചെയ്യാനായിട്ട് വയ്യ, അതെന്തിലേക്ക് നയിക്കും? ഇറ്റ് വിൽ ലീഡ് ടു ഫ്രസ്ട്രേഷൻ. If the individual is not ready but is forced to act, it results in dissatisfaction. ഇൻഡിവിജ്വൽ റെഡി ആണ് പക്ഷേ എന്താണ്, അത് ചെയ്യാൻ ഫോഴ്സ് ചെയ്യും. നമ്മൾ പലപ്പോഴും കേൾക്കും, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അമ്മ പറയുവാണ് അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ്, അവ ചെയ്യാൻ തോന്നാതിരിക്കുന്ന ഒരു സ്റ്റേജില്ലേ, അതാണ് ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അത് ലേണിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്നേ, പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ടീച്ചർ ആവശ്യമില്ല നിർബന്ധിക്കുകയാണ്, മാത്സ് നീ അത് പഠിച്ചേ പറ്റൂ, ഇത്രയും പഠിച്ചിട്ട് വന്നേ പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ തോന്നിയാണ് എന്താ, ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ റെഡിനെസ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് സക്സസ് ഇൻ ലേണിംഗ്. തീർച്ചയായിട്ടും ഒരു വ്യക്തി പഠിക്കാൻ റെഡി ആണോ എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ലേണേഴ്സ് ഹു ആർ പ്രിപ്പയർഡ് ആൻഡ് വില്ലിംഗ് വിൽ ഫൈൻഡ് ദ ലേണിംഗ് പ്രോസസ് മോർ സാറ്റിസ്ഫൈങ് ആൻഡ് ഇഫക്റ്റീവ്. പ്രിപ്പയർഡ് ആയിട്ടുള്ള വില്ലിംഗ് ആയിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവരുടെ ലേണിംഗ് പ്രോസസ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് സാറ്റിസ്ഫൈങ് ഇഫക്റ്റീവായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. മെൻ്റലി ദെൻ അടുത്തതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് റെഡിനെസ് നമ്മൾ മനസ്സിലാക്കി. ലോ ഓഫ് എക്സസൈസ് എന്താണെന്ന് നോക്കാം. റെപ്പറ്റീഷൻ സ്ട്രെങ്തൻ ലേണിംഗ്. നമ്മൾ പറയാറില്ലേ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നും. അപ്പോൾ അവിടെ നോക്കിക്കേ, റിപ്പീറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ആ ഒരു ലേണിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യിക്കും. ദ മോർ ആൻ ആക്ഷൻ ഈസ് റിപ്പീറ്റഡ് ദ സ്ട്രോങ് ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് ദ റെസ്പോൺസ്. എത്രമാത്രം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നോ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ബന്ധം അത്രയധികം എന്ത് ചെയ്യുന്നു, അത് സ്ട്രോങ്ങർ ആവുന്നു. അപ്പോൾ ലോ ഓഫ് എക്സസൈസ് പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൻ്റെ സബ് ലോസ് ആയിട്ട് വരുന്നതാണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. എന്താണെന്ന് നമുക്ക് നോക്കാം. ലോ ഓഫ് യൂസ് എന്ന് പറയുമ്പോഴത്തേക്കാം the more an association is practiced the stronger the connection. ഒരു അസോസിയേഷൻ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു വെച്ചാൽ എത്ര റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും എന്താണ് കണക്ഷൻ ഉണ്ടാകും. നമ്മളൊരു സംഗതി എത്രമാത്രം എന്താണ് എക്സസൈസ് ആയിക്കോട്ടെ എന്തൊരു കാര്യം ആയിക്കോട്ടെ എത്ര തവണ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു അത് നമുക്ക് അത്രയധികം നമ്മളതിൽ എന്താവും, സ്ട്രോങ് ആയിട്ട് മാറും. സിമിലർലി ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ആൻ അസോസിയേഷൻ ഈസ് നോട്ട് യൂസ്ഡ്. അപ്പോൾ എന്താണ്, പതിയെ ആ ഒരു അസോസിയേഷൻ നമ്മൾ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദ കണക്ഷൻ വീക്കൻസ് ഓവർ ടൈം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ആ ഒരു വ്യക്തി ഒരു 10-20 വർഷം വാഹനം ഓടിക്കാതിരുന്നിട്ട് പിന്നെ നോക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അവിടെ എന്താ സംഭവിച്ചാൽ ലോ ഓഫ് ഡിസ്യൂസ് ആണ്. അത് ഉപയോഗിക്കാതിരുന്നപ്പോൾ ആ ഒരു കണക്ഷൻ എന്ത് ചെയ്തു, അത് വീക്കായി പോയതാണ്. ഓക്കെ, ഇംപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് പ്രാക്ടീസ് ആൻഡ് ഡ്രിൽസ് ഹെൽപ്പ് ഇൻ റിട്ടൈനിങ് ഇൻഫർമേഷൻ ആൻഡ് ഡെവലപ്പിംഗ് സ്കിൽ. കാര്യങ്ങൾ എന്താണ്, റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇൻഫർമേഷൻ ഓർത്തിരിക്കാനും അതോടൊപ്പം എന്താണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ടീച്ചർ ഷുഡ് ഇൻകോർപ്പറേറ്റ് റെഗുലർ റെപ്പറ്റീഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ലെസൺ. പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്താണ് റെഗുലർ ആയിട്ടുള്ള റെപ്പറ്റീഷനും റീഇൻഫോഴ്സ്മെൻറ്റും കൊടുക്കണം ഫോർ ലോങ് റിട്ടൻഷൻ ഓഫ് മെറ്റീരിയൽ കൂടുതൽ കാലം ഓർമ്മ നിൽക്കാനായിട്ട്. അടുത്താണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ബിഹേവിയർ ദാറ്റ് ഈസ് ഫോളോഡ് ബൈ സാറ്റിസ്ഫൈങ് കോൺസിക്വൻസ് ഈസ് മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. അപ്പോൾ നോക്കിക്കേ, ബിഹേവിയർ
അതെന്താണ്? സാറ്റിസ്ഫൈങ് കോൺസിക്വൻസ് കിട്ടുവാണെങ്കിൽ, അതിൻ്റെ പരിണത ഫലങ്ങൾ സാറ്റിസ്ഫൈയിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ബിഹേവിയർ ഫോളോവേഡ് ബൈ അൺസാറ്റിസ്ഫൈയിങ് കോൺസിക്വൻസ് ആണെങ്കിൽ എന്താണ്? ലെസ് ലൈക്ലി ടു റിക്കവർ. അപ്പോൾ എന്താണ്? അൺസാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള നമുക്ക് കോൺസിക്വൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. പോസിറ്റീവ് ഔട്ട്കം, ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്? റിവാർഡ്സോ പ്രൈസോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെങ്തൻ ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. അപ്പം റിവാർഡും പ്രൈസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇഫക്റ്റ് ആയിട്ട് ആ ഒരു കോൺസിക്വൻസ് ആയിട്ടും ഇപ്പം നന്നായിട്ട് പഠിച്ചപ്പോൾ നല്ല മാർക്ക് കിട്ടി. മാർക്ക് കിട്ടിയ സമയത്ത് എന്താണ്? ഒരുപാട് പേര് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും? വീണ്ടും പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കും. ആ ഒരു സംഗതിയാണ് എന്താ? ഈ ഒരു ലോ ഓഫ് ഇഫക്റ്റ്. ആ ഒരു ഇഫക്റ്റിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നു. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് ഔട്ട്കംസ്, പണിഷ്മെൻറ്റ്സോ അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്? നല്ല കുരുത്തക്കേട് കാണിച്ചു, നല്ല തല്ലമ്മ കൊടുത്തു, അപ്പോൾ എന്ത് ചെയ്യും? ആ കുരുത്തക്കേട് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുട്ടിയിൽ വീണ്ടും ഉണ്ടാവുമോ? ഇല്ല. അതാണ് ഇറ്റ് വിൽ വീക്കൻ ദ കണക്ഷൻ. ആ ഒരു സ്റ്റിമുലസും റെസ്പോൺസും വെച്ചിട്ട് എന്ത് ചെയ്തു? ആ കണക്ഷൻ അങ്ങ് വീക്കനായി പോയി. ഇംപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ റിവാർഡിങ് ഡിസൈഡ് ബിഹേവിയർ ഇൻ ദ ക്ലാസ് റൂം ലീഡ് ടു. അപ്പോൾ ക്ലാസ് റൂമിൽ ഡിസൈഡ് ബിഹേവിയറിനൊക്കെ റിവാർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ലേണിംഗ് ഔട്ട്കം ഉണ്ടാകും. എന്നാൽ പണിഷ്മെൻ്റ് ആണെങ്കിൽ ലെസ് ഇഫക്റ്റീവ് ഇൻ റീഇൻഫോഴ്സിങ് ലേണിംഗ്. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ലേണിംഗ് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഫക്റ്റ് ഒന്നും കിട്ടില്ല. ടീച്ചിങ് ഷുഡ് ഫോക്കസ് ഓൺ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. എപ്പോഴും ടീച്ചിങ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിലാണ്. ടു എൻകറേജ് റെപ്പറ്റീഷൻ ഓഫ് ഗുഡ് ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അടുത്ത അഡീഷണൽ ലോസ് ബൈ തോൺട്രേക്ക്. നമുക്ക് പ്രധാനമായിട്ടും 3 ലോസ് ആണ്, എന്നാൽ അഡീഷണൽ ലോസും കൂടെ വരുന്നുണ്ട്, അതും കൂടെ പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് വെച്ചാൽ ലേണിംഗ് ഓഫൺ സ്റ്റാർട്ട് വിത്ത് ട്രയൽ ആൻഡ് എറർ വെയർ ഇൻഡിവിജ്വൽസ് ട്രൈ ഡിഫറെൻറ്റ് റെസ്പോൺസ് അണ്ടിൽ ദേ ഫൈൻഡ് ദ കറക്റ്റ് വൺ. അപ്പോൾ എപ്പോഴും പഠനം എങ്ങനെയാണ്? ട്രയൽ ആൻഡ് എററിലൂടെ. നമ്മൾ ആ ഒരു ക്യാറ്റിൻ്റെ പസിൽ ബോക്സിൽ പറഞ്ഞാണ് പല ആക്ഷൻസ് ചെയ്ത് നോക്കി ആൻഡ് ഫൈനലി ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന ആക്ഷനാണ് ആപ്ലിക്കബിൾ എന്ന് മനസ്സിലാക്കി എടുത്തു. അപ്പോൾ ട്രയൽ എറർ, അപ്പോൾ ട്രയൽ ചിലപ്പോൾ എറർ ഉണ്ടാക്കും ആൻഡ് ഫൈനലി കറക്റ്റ് വൺ കണ്ടുപിടിക്കും. അതിനെയാണ് എന്ത് പറയുക? ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുക. ഇനി ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ദ ഇമോഷണൽ സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് സ്റ്റേറ്റ് ഓഫ് ദ ലേണർ ഇൻഫ്ലുവൻസ് ഹൗ ദേ റെസ്പോണ്ട് ടു സ്റ്റിമുലി ആൻഡ് ലേൺ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലേണറിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിന് പ്രാധാന്യമുണ്ട്, ആറ്റിറ്റ്യൂഡിന് പ്രാധാന്യമുണ്ട്. അത് തീർച്ചയായിട്ടും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഹൗ ദേ റെസ്പോണ്ട് ടു സ്റ്റിമുലി ആൻഡ് ലേൺ. ആ ഒരു സ്റ്റിമുലയിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നതിന് തീർച്ചയായിട്ടും വലിയൊരു പങ്ക് എന്തിനുണ്ട്? ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിന് ഒരു വലിയ പങ്കുണ്ട്. അതാണ് ലോ ഓഫ് എന്ത് പറയുക? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുക. അടുത്ത ലോ ഓഫ് പ്രീപോട്ടൻസി ഓഫ് എലമെന്റ്സ് ആണ്. ലേണേഴ്സ് റെസ്പോണ്ട് സെലക്റ്റീവ്ലി ടു സ്പെസിഫിക് എലമെന്റ്സ് ഓഫ് എ സിറ്റുവേഷൻ ദാറ്റ് ആർ മോസ്റ്റ് റിലവൻറ്റ് ടു ദം ഡിപ്പെൻഡിങ് ഓൺ ദെയർ പെർസെപ്ഷൻ. അപ്പോൾ നോക്കിക്കുകയും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ്ലി ടു സ്പെസിഫിക് എലമെന്റ്സ് ഓഫ് സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ സ്പെസിഫിക് എലമെന്റ്സിനെ മാത്രം സെലക്ട് ചെയ്ത് പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും? ലേണേഴ്സ് എന്തോ ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. അവർക്ക് റെലവൻറ്റ് എന്ന് തോന്നുന്ന അവരെന്ത് പെർസീവ് ചെയ്തോ അതനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ സ്പെസിഫിക് എലമെന്റ്സ് ഓഫ് എ സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും? സെലക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയുക? പ്രീ പൊട്ടൻസി ഓഫ് എലമെന്റ്സ് എന്ന് പറയുക. അടുത്ത ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി. ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലേണേഴ്സ് ക്യാൻ അപ്ലൈ റെസ്പോൺസ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ് ടു ന്യൂ സിറ്റുവേഷൻ ബൈ ഐഡന്റിഫൈങ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നോക്കിക്കുകയും ഇവിടെ ചെയ്യുന്നത് അനലോഗി എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ റെസ്പോൺസിനെ എന്ത് ചെയ്യുന്നു? പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? സിമിലാരിറ്റി വെച്ച് കണക്ട് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? പ്രൈസ് ചെയ്തു. അപ്പോൾ അതുപോലുള്ള സിറ്റുവേഷൻ എടുത്താൽ കോളേജിലെടുത്ത് അപ്ലൈ ചെയ്ത് നോക്കും. നന്നായിട്ട് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? റിവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കുന്നു. അപ്പം നോക്കിക്കും, അപ്പം മുമ്പ് വന്ന സിറ്റുവേഷനിൽ കിട്ടിയ ആ ഒരു കോൺസിക്വൻസ് അനുസരിച്ചുകൊണ്ട് എന്താണ്? അവിടെ സ്കൂളിൽ പഠിക്കുകയാണ്, ഇവിടെ എന്താണ്? കോളേജിൽ പഠിക്കുകയാണ്. ആ ഒരു സിമിലാരിറ്റി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോ ഓഫ് അനലോഗി, പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പുതിയ കാര്യങ്ങളിൽ എന്ത് ചെയ്യാം? നമുക്കിതുപോലെ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി എന്ന് പറയുന്നത്.
പറയുന്നത്. അടുത്ത ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ആണ്. ഗ്രാജുവൽ ലേണിംഗ് ഒക്കേഴ്സ് ബൈ ഇൻട്രൊഡ്യൂസിങ് ന്യൂ എലമെന്റ്സ് ടു ഫെമിലിയർ സിറ്റുവേഷൻ വൈൽ ഫേസിങ് ഔട്ട് ഇറലവൻറ്റ് ആസ്പെക്ട്സ്. അപ്പോൾ നോക്കിക്കേ, പുതിയ എലമെന്റ്സ് ഫെമിലിയർ സിറ്റുവേഷൻസിൽ കൊണ്ടുവരും. അപ്പോൾ അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ്, പുതിയ പുതിയ എലമെന്റ്സ് കൊണ്ടുവരികയാണ്. ഫെമിലിയർ സിറ്റുവേഷനിൽ പുതിയ പുതിയ എലമെന്റ്സ് കൊണ്ടുവരുന്നു. ഇറലവൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം ഇല്ലാത്തവ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതിനെയാണ് എന്ത് പറയുക, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുക. അടുത്തത് തോൺഡ്രേക്കിൻ്റെ ലോസിൽ ഒരു റിവിഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ അറിഞ്ഞിരിക്കും. ഇപ്പോൾ പരീക്ഷകൾക്ക് എന്താണ്, ഇങ്ങനെ സാധാരണ ജനറലായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചേഞ്ചസോ ആൾട്ടറേഷനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ച് വെക്കാം. നമുക്ക് നോക്കാം. തോൺഡ്രേക്സ് ലോ ഓഫ് പ്രാക്ടീസ്. Thorndike later revised his stance, noting that while repetition help, it is not always enough to strengthen the stimulus response bond. Repetition സഹായിക്കും, പക്ഷേ എപ്പോഴും stimulus response ബോണ്ടിനെ strengthen ചെയ്യാൻ സാധിക്കില്ല. Other factors such as rewards are more significant. അപ്പം നോക്കിക്കേ, റിവാർഡ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നോക്കിക്കേ, റെപ്പറ്റീഷൻ സഹായിക്കും, പക്ഷേ എന്താണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ തരത്തിൽ റെപ്പറ്റീഷൻ സഹായിക്കണമെന്നില്ല. പകരം എന്താണ്, റിവാർഡ്സ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്താണ് ലോ ഓഫ് ഇഫക്റ്റ്. He updated the law to emphasize the reward strengthen behavior more effectively than punishment. എന്ത് പറഞ്ഞു, റിവാർഡാണ് സ്ട്രെങ്തൻ ചെയ്യുന്ന, പണിഷ്മെന്റിനേക്കായി എന്താണ്, റിവാർഡാണ് സ്ട്രെങ്തൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അടുത്ത അപ്രോപ്രിയേറ്റ്നെസ് ഓവർ നിയർനെസ്. ഇപ്പോൾ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റിയെക്കാളും അപ്രോപ്രിയേറ്റ്നെസ് ഓർ റെലവൻസിന് പ്രാധാന്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ അടുത്തുള്ള ഫിസിക്കൽ പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ അടുത്തുള്ളതാണ്, അതിനേക്കാളും പ്രാധാന്യം എന്താണ്, അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് റെലവൻസ്. സ്റ്റിമുലസ് റെസ്പോൺസ് അടുത്തടുത്ത് നിൽക്കുന്നു എന്നതിലല്ല, എന്താണ്, അവർ അപ്രോപ്രിയേറ്റ് ആണോ റെലവൻ്റ് ആണോ എന്നതിനെ അനുസരിച്ചായിരിക്കും എന്താണ് സ്ട്രോങ് അസോസിയേഷൻ ഉണ്ടായി വരിക എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്കിൽ ലേൺഡ് ഇൻ വൺ കോണ്ടെക്സ്റ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ പഠിച്ച സ്കില്ലുകൾ എന്ത് ചെയ്യാം, മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാറ്റ് എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ആപ്ലിക്കേഷൻസ് ഓഫ് തോൺഡ്രേക്സ് തിയറി ടു സ്റ്റുഡൻറ് ലേണിംഗ് കൂടെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന്. ഒന്ന്, എൻവിയോൺമെൻറ്റൽ ഇഫക്റ്റ്. എൻവിയോൺമെൻറ്റൽ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോസ്റ്റർ എ പോസിറ്റീവ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ദാറ്റ് എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ. ക്യൂരിയോസിറ്റി, എക്സ്പ്ലോറേഷൻ. കുട്ടികൾ കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ്, ക്യൂരിയോസിറ്റിയും എക്സ്പ്ലോറേഷനും ഒക്കെ വളർന്നു വരും. പിന്നെ ഡീറ്റെയിൽ എംഫസിസ്. ബ്രേക്ക് ടാസ്ക് ഇൻ സ്മാളർ പാർട്ട് ടു ഹെൽപ്പ് സ്റ്റുഡൻറ് ഫോക്കസ് ഓൺ ലേണിംഗ് ഈച്ച് കമ്പോണന്റ് ബിഫോർ ഇൻ്റഗ്രേറ്റിംഗ് ദം. കുട്ടികളെ എന്താണ്, കൊടുക്കുന്ന ടാസ്കുകൾ സ്മാളർ പാർട്സ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കുക. വലിയൊരു ടാസ്ക് കൊടുക്കാതെ സ്മാളർ പാർട്സ് ആക്കി കൊടുക്കുമ്പോൾ അവരതിൽ എന്താണ് ട്രയൽ ചെയ്ത് അവസാനം റിസൾട്ടിലോട്ട് വരും. The role of reaction. Recognize and encourage students to respond to stimuli as a crucial part of learning. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സ്റ്റിമുലിക്ക് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, അവരുടെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളെ എൻകറേജ് ചെയ്യുക. അടുത്ത മെക്കാനിസം ഓഫ് ലേണിംഗ്. യൂസിങ് ഫോർമേറ്റീവ് അസസ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് ഇൻട്രാക്ട്, അഡ്ജസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻ ആസ് നീഡഡ്. നമുക്ക് പലതരത്തിലുള്ള അസസ്മെന്റുകളിലൂടെ, ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് ഇൻറ്ററാക്ട്, സ്റ്റിമുലിയും റെസ്പോൺസും എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അഡ്ജസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻ ആസ് നീഡഡ്, എങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതെന്നും. അടുത്ത പ്രീവിയസ് എബിലിറ്റി അക്വിസിഷൻ. ബിൽഡ് ഓൺ സ്റ്റുഡൻസ് എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് സ്കിൽ ടു മേക്ക് ന്യൂ ലേണിംഗ് റെലവൻറ്റ്. അവർക്കുള്ള മുൻ അറിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് പുതിയ അറിവുകൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ഹാബിച്വൽ ലേണിംഗ് ആണ്. എൻകറേജ് പ്രാക്ടീസ് ആൻഡ് റെപ്പറ്റീഷൻ ടു സോൾഡിഫൈ സ്കിൽസ് ആൻഡ് കൺസെപ്റ്റ്. എന്താണ്, പ്രാക്ടീസും റെപ്പറ്റീഷനും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ ഒരു ഹാബിറ്റായിട്ട് മാറുമ്പോൾ എന്താണ്, അവർക്ക് വീണ്ടും ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യാനും സ്കില്ലുകളും കൺസെപ്റ്റുകളും നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അടുത്ത റെപ്പറ്റീഷൻ ഫോർ റിറ്റൻഷൻ. പല മെത്തേഡ്സ് കൊടുത്ത് എന്താണ്, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ റിറ്റേൺ ചെയ്യാൻ വേണ്ടി റെപ്പറ്റീഷൻ മെത്തേഡിലൂടെ ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്യിക്കാം, ഇൻഫർമേഷൻ റിറ്റേൺ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അടുത്ത എക്സ്പെക്ടേഷൻ ഫ്രം ലേണിംഗ് ഔട്ട്കം. ക്ലിയർലി ഡിഫൈൻ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സെറ്റ് ഹൈ എക്സ്പെക്ടേഷൻ ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ്. എപ്പോഴും എന്താണ്, കുട്ടികളുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അവർ ഹൈ എക്സ്പെക്ടേഷൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, കുട്ടികളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും.
അഡൽട്ട് ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും മോഡൽ ഡിസൈഡ് ബിഹേവിയർ ആൻഡ് യൂസ് ഇമിറ്റേഷൻ ഹാബിച്വേഷൻ റിവാർഡ്സ് റീഇൻഫോഴ്സ് ലേണിംഗ്. അപ്പോൾ അതങ്ങനെ മോഡൽ കാണിച്ചുകൊണ്ട് ഇമിറ്റേഷനിലൂടെ ഹാബിച്വേഷനിലൂടെ അല്ലെങ്കിൽ റിവാർഡ്സിലൂടെ എന്ത് ചെയ്യാം, ലേണിംഗ് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാം. അടുത്ത പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് റിവാർഡ് സിസ്റ്റം ടു എൻകറേജ് പോസിറ്റീവ് ബിഹേവിയറിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ റിവാർഡ്സ് നമുക്ക് ക്ലാസ്സുകളിൽ കൊടുക്കാം. അപ്പം then frequent assessment, conduct regular assessment to provide immediate feedback ഇവിടെയും ആവശ്യമാണ്. അടുത്ത കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, പിയർ ലേണിംഗ് കൺസെപ്റ്റുകൾ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് പിയർ ലേണിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, പിയർ ലേണിങ്ങിനെ എൻകറേജ് ചെയ്യാം. അടുത്ത സ്കിൽ ഡെവലപ്മെൻറ്റ്, ട്രയൽ ആൻഡ് എറർ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് നയിക്കുന്ന രീതിയിൽ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം. അടുത്ത ലേണിംഗ് സ്റ്റേഷൻസ്, ഒരു വേരിയഡ് സ്റ്റേഷൻ ഫോർ പ്രാക്ടീസിങ് ഡിഫറെൻറ്റ് സ്കിൽസും പല ടൈപ്പ് സ്കിൽസിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയാസ് അവർക്ക് കൊടുക്കാം. അടുത്ത റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, തീർച്ചയായിട്ടും എന്താണ് അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ കുട്ടികൾ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്താണ് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഐഡിയാസും ഉണ്ട്, പർട്ടിക്കുലർ തിയറി ആയിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഐഡിയാസും ഉണ്ട്. ഇതൊന്നും ഡയറക്റ്റ് ചോദിക്കില്ല, ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പം ഈ തോൺട്രേക്കിൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും എന്താണ് കുട്ടികളുടെ ലേണിംഗ് ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അത് ഇഫക്റ്റീവാക്കി എടുക്കാം. തോൺട്രേക്കിൻ്റെ കണക്ഷൻ തിയറി നമുക്കറിയാം, ഫൗണ്ടേഷണൽ ഇൻ എക്സ്പ്ലൈനിങ് ഹൗ റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ഷേപ്പ് ലേണിംഗ്. അപ്പം നോക്കിക്കേ എന്താണ് പറയുന്നത്, തോൺട്രേക്കിൻ്റെ തിയറി എന്താണ് പറയുന്നത്, റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ലേണിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് റീഇൻഫോഴ്സിങ് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ്. അപ്പം നോക്കിക്കേ സ്റ്റിമുലിയും റെസ്പോൺസ് തമ്മിലുള്ള അസോസിയേഷനെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ലേണിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നത്. ഹിസ് ലോസ് എംഫസൈസ് ദ റോൾ ഓഫ് റെഡിനെസ്, പ്രാക്ടീസ് ആൻഡ് കോൺസിക്വൻസ് ഇൻ ലേണിംഗ്. എന്തൊക്കെയാണ് റെഡിനെസ്സിൻ്റെ പ്രാധാന്യം, എന്താണ് പ്രാക്ടീസിൻ്റെ പ്രാധാന്യം, എന്താണ് കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു ഇഫക്റ്റിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കി. വിച്ച് ആർ ഡയറക്ട്ലി അപ്ലൈഡ് ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. നമുക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഇതെല്ലാം എന്താ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയും ടു ക്രിയേറ്റ് ഇഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അടുത്തത് സ്കിന്നറാണ്, നമുക്ക് പഠിക്കാനുള്ള ബി ഓഫ് സ്കിന്നറിനെയാണ് അടുത്ത തിയറി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ബി ഓഫ് സ്കിന്നേഴ്സ് അപ്പാരന്റ് കണ്ടീഷനിങ് തിയറി റെപ്രസെന്റ് എ കോർണർ സ്റ്റോൺ ഇൻ ഓഫ് ബിഹേവിയറിസം. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് സ്കിന്നറിന്റെ തിയറി. സ്കിന്നറിന്റെ തിയറിയാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ് ആരുടെ തിയറി, സ്കിന്നറിന്റെ തിയറി. ഇറ്റ് റെപ്രസെന്റ് എ കോർണർ സ്റ്റോൺ ഓഫ് ബിഹേവിയറിസം. ഏത് സ്കൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബിഹേവിയറിസം എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഹൗ ബിഹേവിയർ ഈസ് ഷേപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ ത്രൂ കോൺസിക്വൻസ് ദാറ്റ് ഫോളോ ഇറ്റ്. എങ്ങനെയാണ് ബിഹേവിയേഴ്സ് ഷേപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത്, എന്തിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ കോൺസിക്വൻസിൻ്റെ ഫലമായിട്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ. Skinner distinguishes between classical conditioning, which explain reflexive responses stimuli, and apparent conditioning, which account for voluntary behaviors and how they can be modified through reinforcement and punishment. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, നമ്മൾ പാവ്ലോവ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കും. ക്ലാസിക്കൽ കണ്ടീഷനിങ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരീക്ഷണം എന്താണ്, പൗരാണികാനുബന്ധന സിദ്ധാന്തമാണ്. എന്നാൽ ഒപ്പാരൻ്റ് കണ്ടീഷനിങ് ആരുടേതാണ്, സ്കിന്നറിൻ്റേതാണ്. എന്താണത്, അത് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിൽ എന്താണ്, സ്റ്റിമുലിക്ക് അനുസരിച്ച് റിഫ്ലക്സീവായിട്ട് റെസ്പോൺസ് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. ഒപ്പാരന്റ് കണ്ടീഷനിങ് വരുമ്പോൾ എങ്ങനെയാണ്, വോളണ്ടറി ബിഹേവിയേഴ്സ് വോളണ്ടറിലി വരുന്നു. ഹൗ ദേ ക്യാൻ ബി മോഡിഫൈഡ്, ആ ബിഹേവിയറിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. എങ്ങനെ, റീഇൻഫോഴ്സ്മെൻറ്റിലൂടെയും പണിഷ്മെൻറ്റിലൂടെയും. ആ ഒരു ഐഡിയ ആണ് എന്ത് പറയുന്നത്, ഒപ്പാരന്റ് കണ്ടീഷനിങ് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് നിങ്ങൾ പഠിക്കും, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ആദ്യം വന്നത്. അപ്പോൾ അതിനുശേഷമാണ് എന്ത് വരുന്നത്, ഒപ്പാരന്റ് കണ്ടീഷനിങ് വരുന്നത്. അപ്പോൾ ലോ ഓഫ് ഇഫക്റ്റ് ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒപ്പാരന്റ് കണ്ടീഷനിങ് നമുക്ക് നോക്കാം. ഒപ്പാരന്റ് കണ്ടീഷനിങ് ബിൽഡ്സ് ഓൺ എഡ്വേർഡ് തോൺട്രേക്സ് ലോ ഓഫ് ഇഫക്റ്റ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചോണം.
സ്കിന്നറിൻ്റെ ഒപ്പാരൻ കണ്ടീഷനിങ് എന്നുള്ള ആശയം എവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്? തോൺഡ്രൈക്കിൻ്റെ ലോ ഓഫ് ഇഫക്റ്റിൽ നിന്നാണ്. വിച്ച് എസെൻഷ്യലി സ്റ്റേറ്റ് ദാറ്റ് ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ സാറ്റിസ്ഫൈങ് ഓൺ ഡിസൈറബിൾ ഔട്ട്കംസ് ആർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. അപ്പം ഏത് തരത്തിലുള്ള പ്രവൃത്തി ആവട്ടെ അതിന് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കം ആണെങ്കിൽ ആ പ്രവൃത്തി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയും, എന്നാൽ അൺഡിസൈറബിൾ ഔട്ട്കം ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസിയും ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംഗതിയാണ് പറയുന്നത്. This principle is foundation to Skinner's theory, which moves beyond classical conditioning by explaining how organisms learn new non-reflexive behaviors. അപ്പം നോക്കിക്കും, ഇവിടെ എന്താണ് സ്കിന്നറിൻ്റെ തിയറി, പ്രിൻസിപ്പിൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? സ്കിന്നറിൻ്റെ തിയറിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങായും കുറച്ചും കൂടെ എന്താണ് ഡെവലപ്ഡ് ആയിട്ടുള്ള ആശയമാണ്. ഓർഗാനിസം എങ്ങനെയാണ് പുതുതായിട്ടുള്ള നോൺ റിഫ്ലക്സീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൊണ്ടുവരുന്നത് എന്നതാണ്. ഫോർ എക്സാമ്പിൾ, തോൺഡ്രൈക്സ് ക്ലാസിക്കൽ എക്സ്പെരിമെന്റ് വിത്ത് ക്യാറ്റ്സ് ഇൻ പസിൽ ബോക്സ് ഷോഡ് ദാറ്റ് when the cat pressed the lever and escaped to receive food. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ആ ഒരു ക്യാറ്റിൻ്റെ കാര്യം, ഒരു ലിവർ ആവട്ടെ അല്ലെങ്കിൽ ഒരു ബട്ടൺ ആവട്ടെ, അവിടെ ക്യാറ്റ് എന്താ ചെയ്തത്? ക്യാറ്റിന് പുറത്ത് ഫുഡ് ഇരിപ്പുണ്ട്, ക്യാറ്റ് ആകെ വിശന്നിരിക്കുവാണ്, പുറത്ത് ഫുഡ് ഇരിപ്പുണ്ട്. ആ ലിവർ അല്ലെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് അവിടെ ഡോർ ഓപ്പൺ ആവുകയും ആ ക്യാറ്റ് എസ്കേപ്പ് ചെയ്ത് ഫുഡ് റിസീവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ ട്രയലുകളിലും എന്ത് പറയുന്നു? ലൈക്ലി ടു പ്രസ് ലിവർ അഗെയിൻ. ഇത്തരത്തിൽ ലിവർ പ്രസ് ചെയ്തപ്പോൾ പുറത്ത് പോകാനും അതിൻ്റെ കോൺസിക്വൻ്റ് ആയിട്ട് ഫുഡ് ലഭിക്കാനും ഇടയായെങ്കിൽ വീണ്ടും എന്താണ് ആ ലിവർ പ്രസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും എന്ന ആശയമാണ് നമുക്ക് ഈ ഒരു അപ്പാരന്റ് കണ്ടീഷനിങ്ങിലൂടെ സ്കിന്നർ പറഞ്ഞു തരുന്നത്. സ്കിന്നർ എക്സ്പാൻഡ് ഓൺ ദിസ് ഐഡിയ, റിഫൈനിങ് to study a broader range of behaviors systematically. അപ്പോൾ പിന്നെ എന്താണ് ഈ ഒരു ആശയം അദ്ദേഹം കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും പിന്നെന്താണ് ബ്രോഡർ റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സിനെ കുറിച്ച് സിസ്റ്റമാറ്റിക്കലി പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്കിന്നർ ബോക്സ് ചോദിക്കും കേട്ടോ. സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കോൺസിക്വൻസുകൾ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച എന്താണ് സ്കിന്നർ ബോക്സ് ആണ്. സ്കിന്നർ ബോക്സ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തഡോളജി എന്താണെന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ സ്കിന്നർ അപ്പാരന്റ് കണ്ടീഷനിങ് ചേംബർ എന്ന് പറഞ്ഞൊരു ബോക്സ് വെച്ചു, അല്ലെങ്കിൽ സ്കിന്നർ ബോക്സ് ആണ്. ആനിമൽ ബിഹേവിയർ പഠിക്കാൻ പ്രധാനമായിട്ടും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? 2 പേരുണ്ട്. ആരൊക്കെയാണ്? റാറ്റും പിജിയണും. നമുക്കറിയാം തോൺഡ്രൈക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? അവിടെ ക്യാറ്റിൻ്റെ പസിൽ ബോക്സ് പ്രശ്നപേടകത്തിലെ പൂച്ചയായിരുന്നു. ഇവിടെ എന്താണ് സ്കിന്നറിൻ്റെ പേടകത്തിൽ സ്കിന്നേഴ്സ് ബോക്സിൽ ആരൊക്കെയാണ് ഉള്ളത്? പിജിയണും വരുന്നുണ്ട്, റാറ്റും വരുന്നുണ്ട്. These boxes are equipped with the levers or disc animal could press to receive food or another form of reinforcement. അപ്പോൾ ഈ ബോക്സിൽ എന്താണ് ലീവേഴ്സ് അല്ലെങ്കിൽ ഡിസ്കുകൾ വെച്ചിട്ടുണ്ട്. ആനിമൽ എന്ത് ചെയ്യുന്നു? ഫുഡ് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റു തരം റീഇൻഫോഴ്സ്മെൻറ്റ് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലീവേഴ്സ് വെച്ചിരുന്നു. This setup also includes lights and sounds. അതോടൊപ്പം എന്ത് തന്നെ വെച്ചു? ലൈറ്റും സൗണ്ടും വെച്ചു. which allowed Skinner to control and modify condition for reinforcement and punishment. റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെയും പണിഷ്മെൻറ്റിൻ്റെയും ഒക്കെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റ് കൺട്രോൾ ചെയ്യാനും മോഡിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? എക്സ്ട്രാ ആയിട്ട് ലൈറ്റും സൗണ്ടും ഒക്കെ വെച്ചു. This allowed him to observe not only how behavior was learned but also how the timing and frequency of reinforcement. എങ്ങനെയാണ് ബിഹേവിയർ പഠിക്കുന്നത്, ആ ഒരു ബിഹേവിയർ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൂടാതെ ടൈമിംഗ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റും വാട്ട് ഹി കോൾഡ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഇങ്ങനെ ഇടവേളകൾ കൊടുത്തുകൊണ്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റും അതെങ്ങനെയാണ് ലേണിങ്, അതായത് ഈ പെർട്ടിക്കുലർ ലിവർ അമർത്തിക്കഴിഞ്ഞാൽ ഫുഡ് വരുമെന്ന സംഗതി റാറ്റും അല്ലെങ്കിൽ പിജിയണോ ഒക്കെ എങ്ങനെ പഠിച്ചു എന്നുള്ളത് അതിൻ്റെ ടൈമിംഗ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്തു? ഈ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ലൈറ്റും സൗണ്ടും ഒക്കെ വെച്ചു. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റിൻ്റെ ഈ മെക്കാനിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പാരന്റ് കണ്ടീഷനിങ് സെൻറ്റേഴ്സ് അറൗണ്ട് ഐഡിയ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ്. നമുക്കറിയാം റീഇൻഫോഴ്സ്മെൻറ്റ് പണിഷ്മെൻറ്റ് എന്നീ ഐഡിയകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപ്പാരന്റ് കണ്ടീഷനിങ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിച്ച് അഫക്ട് ദ ലൈക്ലിഹുഡ് ഓഫ് ബിഹേവിയർ ബീങ് റിപ്പീറ്റഡ്. ആ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ലൈക്ലിഹുഡ് മനസ്സിലാക്കാൻ അതിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രബലനം എന്ന് നമ്മൾ പറയാം. റീഇൻഫോഴ്സ്മെൻറ്റ് എന്താ?
increase the probability of a behavior occurring again. പ്രബലനം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ. ആ ലിവർ പ്രസ് ചെയ്യുന്നു, ഫുഡ് കിട്ടുന്നു. അപ്പോൾ പിജിയൻ എന്ത് ചെയ്യും, വീണ്ടും 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 ലിവർ പ്രസ് ചെയ്ത് ഫുഡ് വരുത്തുന്നു. പണിഷ്മെന്റ് റെഫേഴ്സ് ടു എനിത്തിങ് ദാറ്റ് ഡിക്രീസസ് ദ പ്രോബബിലിറ്റി. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, റീഇൻഫോഴ്സ്മെന്റ് ഓപ്പോസിറ്റ് എന്താണ്, പണിഷ്മെന്റ് ആണ്. എന്താ സംഭവിക്കുക, അവിടെ അവർ പ്രോബബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. This concept can be further divided into 4 categories. ഇതിൽ 4 categories വരുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കാം. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, എഴുതി തന്നെ വെക്കുക. ആഡിങ് എ ഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഇൻക്രീസ് എ ബിഹേവിയർ. ഡിസൈറബിൾ സ്റ്റിമുലസ്, ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ഇസ് ഗിവൺ എ ടോയ് ഫോർ ക്ലീനിങ് ദിയർ റൂം. ഒരു എന്താണ്, റൂം വൃത്തിയാക്കി കഴിയുമ്പോൾ, വൃത്തിയായിട്ട് എന്താണ്, ആ കുട്ടിയുടെ റൂം വൃത്തിയാക്കി കഴിയുമ്പോൾ അവർക്ക് ടോയ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടി ഇനിയും ടോയ് കിട്ടാൻ വേണ്ടി റൂം വൃത്തികേടാക്കാതിരിക്കുകയും വൃത്തിയാക്കി ഇടുകയും ചെയ്യുന്നു. ദിസ് ഡിസൈറബിൾ ഔട്ട്കം എൻകറേജ് ചൈൽഡ് ടു റിപ്പീറ്റ് ദ ബിഹേവിയർ. ഒരു ബിഹേവിയർ കുട്ടിക്ക് എന്താണ്, അവിടെ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. അടുത്തതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വെച്ചാൽ റിമൂവിങ് ആൻ അൺഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഇൻക്രീസ് എ ബിഹേവിയർ. അപ്പോൾ നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. An example of this is an annoying sound of a seat belt alarm in a car which stops when the driver fastens their seat belt. The removal of annoying sound reinforces the behavior of buckling. അപ്പോൾ ഇവിടെ നമ്മളൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇതിപ്പോൾ കുട്ടിയുടെ സാഹചര്യം വെച്ചിട്ടല്ല, നമുക്കല്ലാതെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുവാണ്. അപ്പോൾ നോക്കാം, ഈ ഒരു അലാം, സീറ്റ് ബെൽറ്റ് അലാം, ഈ ഒരു സംഗതി വരുന്നുണ്ട്, ഒരു സീറ്റ് ബെൽറ്റ് അലാറം വരുന്നുണ്ട്. ഇങ്ങനെ അലാറം കേൾക്കും, വിച്ച് സ്റ്റോപ്പ് വെൻ ദ ഡ്രൈവർ ഫാസ്റ്റൻസ് ദിയർ സീറ്റ് ബെൽറ്റ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും, ആ സൗണ്ട് അവിടെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി വന്നപ്പോൾ എന്ത് ചെയ്തു, ആ സൗണ്ട് നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എങ്ങോട്ട് മാറി, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് എടുത്തു മാറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു, ആ ബിഹേവിയർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ്, ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു. ആ ഒരു ആശയമാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി പോസിറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റിലും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ്, അതും കൂടെ നമുക്ക് നോക്കാം. ആഡിങ് ആൻ അൺഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഡിക്രീസ് എ ബിഹേവിയർ. ഒരു ബിഹേവിയർ കുറയ്ക്കാനായിട്ട് ഇഷ്ടമല്ലാത്ത സ്റ്റിമുലസ് കൊണ്ട് കൊടുക്കുന്നു. ഉദാഹരണത്തിന്, an example of this, calling a student for a texting in class. The unprimand reduces the likelihood of the student texting in the future. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്ത സമയത്ത് എന്താണ്, നല്ല വഴക്ക് കൊടുത്തു. നല്ല വഴക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്നാണ്. ഇത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഐഡിയ ആണ്, പഴയ തിയറിയാണ്. ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല, ഇതിപ്പോൾ എന്താണ്, കുട്ടികളെ വഴക്ക് പറയണോ, തല്ലണോ, അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതൊക്കെ അധികം കാലത്ത് കൊണ്ടുവന്ന ആശയങ്ങളാണ്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. കൂടുതൽ വഴക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡൻസി റിപ്പീറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത ഇല്ലാതെ ആകുമെന്നാണ് പോസിറ്റീവ് പണിഷ്മെന്റ് പറയുന്നത്. നെഗറ്റീവ് പണിഷ്മെന്റ് ആണെങ്കിൽ ഡിസൈറബിൾ സ്റ്റിമുലസിനെ എന്ത് ചെയ്യുക, എടുത്ത് മാറ്റുക. ഇഷ്ടമുള്ളൊരു കാര്യത്തിനെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുക, ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്യുക. നോക്കാം, കോമൺ എക്സാമ്പിൾ ഈസ് ആൾവേസ് ടേക്കിംഗ് ചൈൽഡ്സ് ടോയ് വെൻ ദേ മിസ്ബിഹേവ്. കുട്ടി നല്ല കുരുത്തക്കേട് കാണിക്കും, നല്ല കനന്തിരിവ് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ട് കൊടുത്ത് അങ്ങ് മാറ്റി വെക്കുന്നു. അപ്പോൾ കുരുത്തക്കേട് കാണിക്കാനുള്ള ടെൻഡൻസി കുട്ടിക്ക് ഉണ്ടാവുക ഇല്ല. കുട്ടിക്ക് അറിയാം, കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം എടുത്ത് മാറ്റി കളയുമെന്നും. അപ്പോൾ എന്ത് ചെയ്യും, ആ ചെയ്യുന്ന അപ്പോൾ റോങ് ആയിട്ടുള്ള ബിഹേവിയർ എന്ത് ചെയ്യും, കുറച്ച് കൊണ്ടുവരും. അപ്പോൾ അതാണ് എന്ത്, നെഗറ്റീവ് പണിഷ്മെൻറ്റും. അപ്പോൾ മനസ്സിലാക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് നെഗറ്റീവും, പണിഷ്മെൻറ്റും പോസിറ്റീവ് നെഗറ്റീവും കൃത്യമായിട്ടുള്ള കോളം വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതി പഠിക്കാം. അപ്പം നമുക്കിതുപോലെ ബാക്കി കുറച്ച് ആശയങ്ങളും കൂടെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മറ്റ് തിയറിസ്റ്റുകളും ഉണ്ട്, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.